ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, സഭ ഇന്ന് ദശാംശ സമർപ്പണ ഞായറായി ആചരിക്കുമ്പോൾ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നൽകിയിരിക്കുന്ന ചിന്താവിഷയം ദൈവിക ദാനങ്ങളെ സന്തോഷത്തോടെ പങ്കിടുക, ഷെയറിംഗ് ഗോഡ്സ് ഗിഫ്റ്റ് വിത്ത് ജോയ്. അതിന് ആധാരമായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ളതായ വാക്യങ്ങൾ. ദൈവം എനിക്ക് തന്ന നന്മകളുടെ വെറുമൊരു ഉപഭോക്താവ്, കൺസ്യൂമർ മാത്രമാണോ ഞാൻ? അതോ ദൈവത്തിൻ്റെ നന്മകളുടെ ഈ ലോകത്തിലെ വിതരണക്കാരൻ, ചാനൽ ആണോ ഞാൻ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നത്തെ വേദഭാഗം. ഇന്നത്തെ ഭാഗത്ത് ധനവും മനുഷ്യന്റെ നിത്യതയും തമ്മിലുള്ള ബന്ധത്തെ വളരെ ലളിതമായി എന്നാൽ ഗൗരവമായി അവതരിപ്പിച്ചിരിക്കുന്നു. ധനവാനായ മനുഷ്യൻ ദിനംപ്രതി സന്തോഷത്തോടെ ആഡംബരത്തോടെ ജീവിച്ചു വന്നു. എന്നാൽ ലാസർ എന്ന ദരിദ്രൻ ഒന്നുമില്ലാത്തവനായി ധനവാന്റെ പടിവാതിക്കൽ കിടന്നു. ഇവിടെ യേശു ചൂണ്ടിക്കാണിക്കുന്ന സത്യം എന്തെന്നാൽ, ധനവാന്റെ പാപം അവൻ ലാസറിനെ ദ്രോഹിച്ചു എന്നതല്ല, മറിച്ച് തൻ്റെ പടിവാതിക്കൽ കിടക്കുന്ന ലാസറിന്റെ നേരെ നിസ്സംഗതയോടെ കണ്ണടച്ചു എന്നതാണ്. സ്വാർത്ഥത അവന്റെ ആത്മീയമായ കണ്ണുകളെ അന്ധമാക്കി തീർത്തു. തൻ്റെ സമ്പത്തിനെ സ്വന്തം അവകാശമായി കണ്ടു, ദൈവത്തിന്റെ ദാനമായി കണ്ടില്ല. ഇവിടെയാണ് വിശ്വസ്ത കാര്യവിചാരകത്വം എന്ന സത്യം പ്രസക്തമാകുന്നത്. നമുക്കുള്ളതൊന്നും നമ്മുടെ സ്വന്തമല്ല. നമ്മുടെ വരുമാനം, ആയുസ്, ആരോഗ്യം എല്ലാം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദാനങ്ങളാണ്. ആ ദാനങ്ങളെ സ്വാർത്ഥതയോടെ പൂഴ്ത്തിവെക്കാതെ ആവശ്യക്കാരിലേക്ക് ഒഴുക്കി വിടാനുള്ള വിശ്വസ്തതയാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പ്രിയമുള്ളവരെ, ദശാംശം നൽകുക എന്നത് നിയമപരമായ ഒരു കടമയോ നിർബന്ധമോ അല്ല, മറിച്ച് ദൈവത്തിന് നാം അർപ്പിക്കുന്ന വലിയ ഒരു ആരാധനയാണ്. നൽകുന്നത് സന്തോഷത്തോടെ നൽകുക എന്ന് ദൈവവചനം പറയുമ്പോൾ അതിലൊരു വലിയ ആത്മീയമായ രഹസ്യമുണ്ട്. നിർബന്ധത്തോടെ കൊടുക്കുന്നവൻ തൻ്റെ സുരക്ഷിതത്വം പണത്തിലാണ് കാണുന്നത്. എന്നാൽ സന്തോഷത്തോടെ നൽകുന്നവൻ എൻ്റെ സുരക്ഷിതത്വം എൻ്റെ സമ്പത്തിലല്ല, മറിച്ച് എന്നെ നടത്തുന്ന ജീവനുള്ള ദൈവത്തിലാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഉപമയുടെ 2-ാം ഭാഗത്ത് നാം കാണുന്നു, പാതാളത്തിന്റെ കഠിനവേദനയിൽ കിടന്നുകൊണ്ട് ധനവാൻ അബ്രഹാമിനോട് യാചിക്കുന്നത്. 24 മുതലുള്ള വാക്യങ്ങളിൽ അത് കാണുവാനായി സാധിക്കും. തുടർന്ന് ധനവാനായ ആ വ്യക്തി അബ്രഹാം പിതാവിനോട് പറയുകയാണ്, ലാസറിനെ തൻ്റെ സഹോദരങ്ങളുടെ അടുക്കിലേക്ക് അയക്കുവാൻ. ഇന്ന് എല്ലാം ഉണ്ടായിട്ടും ദൈവവചനത്തിന് നേരെ പുറം തിരിയുന്നവരെയാണ് ഇവിടെ വരച്ചു കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സമ്പന്നനായിരുന്നിട്ടും നമ്മുടെ ദാരിദ്ര്യത്തെ മാറ്റാൻ തനിക്കുള്ളതൊക്കെയും പിടിഞ്ഞ് ദരിദ്രനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നവനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവാണ് നമ്മുടെ മാതൃക. കാൽവറി ക്രൂശിൽ തൻ്റെ ജീവൻ പോലും നമുക്കായി സന്തോഷത്തോടെ പങ്കുവെച്ചവനാണ് നമ്മുടെ കർത്താവ്. ഈ ദശാംശ സമർപ്പണ ഞായറാഴ്ച നമ്മുടെ സ്തോത്ര കാഴ്ചകളുമായി നാം ദൈവം മുൻപാകെ കടന്നു വരുമ്പോൾ നമ്മുടെ സ്വാർത്ഥതയുടെ മതിലുകളെ നമുക്ക് തകർക്കാം. സകല നന്മകളും തരുന്ന ദൈവത്തോടുള്ള നന്ദിയോടെ, നിറഞ്ഞ സന്തോഷത്തോടെ നമുക്ക് ദൈവത്തിന് നമ്മുടെ കാഴ്ചകളെ സമർപ്പിക്കാം. നമ്മുടെ ദാനങ്ങൾ സന്തോഷത്തോടെ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ദൈവരാജ്യത്തിൻ്റെ വിശ്വസ്ത കാര്യവിചാരകരായി തീരാം. ദൈവം നമ്മെ ഏവരെയും തൻ്റെ സ്വർഗീയ ദാനങ്ങളാൽ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.